ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം പഠിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കണേ എന്ന് ഞാൻ എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അതിന് അല്ലാഹു നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് ആളുകൾ ആശുപത്രിയിലും വീടുകളിലുമൊക്കെയായി ഉണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം പരിപൂർണമായ ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല പവിത്രമാക്കിയ 4 മാസങ്ങളിൽ മുഹറം മാസത്തിലാണ് നമ്മളുള്ളത്. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫി കിതാബില്ലാഹി യൗമൽ ഖിയാമ. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫി കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ അല്ലാഹു സൃഷ്ടിച്ച നാള് മുതൽ അല്ലാഹുവിന്റെ അടുക്കൽ അല്ലാഹു രേഖപ്പെടുത്തിയതനുസരിച്ച് മാസങ്ങളുടെ എണ്ണം 12 ആകും. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 എണ്ണം പവിത്ര മാസമാണ്. ദാലിക ദീനുൽ ഖയ്യിം, അതാകുന്നു വക്രതയില്ലാത്ത മതം. ഏതൊക്കെയാ 4 മാസം? ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറവും റജബും. അതിൽ മുഹറത്തിലാണ് നമ്മളുള്ളത്. ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇന്നല്ലാഹ ഇബ്തദഅ ഹസനത ബിശഹരി ഹറാം വഖ്തമഹ ബിശഹരി ഹറാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷത്തെ തുടങ്ങിയത് പവിത്രമായ ഒരു മാസം കൊണ്ടാണ്, അഥവാ മുഹറം കൊണ്ടാണ്. ഒരു വർഷത്തെ അല്ലാഹു തആല അവസാനിപ്പിക്കുന്നതും പവിത്രമായ ഒരു മാസം കൊണ്ടാണ്. അതാണ് കഴിഞ്ഞ ദുൽഹിജ്ജ. ഫലൈസ ശഹ്റു ഫിസ്സനതി ബഅദ ശഹ്രി റമളാൻ അഅ്ളമു ഇൻദല്ലാഹി മിനൽ മുഹറം. അല്ലാഹുവിന്റെ അടുക്കൽ പരിശുദ്ധ റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പവിത്രമായ, ഏറ്റവും ശ്രേഷ്ഠമായ മാസമായി മുഹറമിനെ അല്ലാഹു തആല നിശ്ചയിക്കുകയും ചെയ്തു. മാത്രമല്ല, ശഹ്റുല്ലാഹിൽ മുഹറം, അല്ലാഹുവിന്റെ മാസമെന്ന് അല്ലാഹു അവരിലേക്ക് ചേർത്ത് പറഞ്ഞ മാസം കൂടിയാണ് മുഹറം മാസം. വഖദ് സമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദാ ശഹ്റ ശഹ്റുല്ലാഹിൽ മുഹറം. ഈ മാസത്തെ അല്ലാഹുവിന്റെ മാസം എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. കാരണം ഫഖ്തസൂ ബിഇളാഫതിഹി ഇലല്ലാഹി ലാ തദില്ലു അലാ ശറഫിഹി വ ഫദ്ലിഹി. ഈ ഒരു മാസത്തിന്റെ പ്രത്യേകതയും ശ്രേഷ്ഠതയും കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലുസ് സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അഫ്ദലായ നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ, അല്ലാഹു തആല ആദരവ് നൽകിയ, അല്ലാഹു അവരിലേക്ക് ചേർത്ത് പറഞ്ഞ ഈ മുഹറം മാസത്തിൽ അതിന്റെ ദിവസങ്ങളെ പോലും നഹ്സായി, അപശകുനമായി, ഭീതിയോടെയും പേടിയോടെയും കാണുന്ന 5 വഖ്ത് നമസ്കരിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. അതിന്റെ കാരണമായി അവർ പറയുന്നത്, ഹിജ്റ 61 ഒരു മുഹറം മാസത്തിൽ യൂഫ്രട്ടീസ് നദീതീരത്ത് കർബലയിൽ വെച്ചുണ്ടായ ഒരു യുദ്ധത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുന്നാര പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ ഷഹീദായ ദിവസമാണ്. ആ ഒരു സംഭവത്തെ ഇസ്ലാമിനെ വികലമായി മനസ്സിലാക്കിയ ഷിയാക്കൾ ആ ദിവസത്തെ നഹ്സായി, അഥവാ ദുസ്സഹുനത്തിന്റെ മാസമായി അവർ കണക്കാക്കി. നല്ല കാര്യങ്ങൾക്കൊന്നും അവർ അതിന് തുടക്കം കുറിക്കുകയില്ല. ഒന്നുകിൽ മുഹറം കഴിയട്ടെ, അല്ലെങ്കിൽ മുഹറം 10 അങ്ങോട്ട് കഴിയട്ടെ എന്നുള്ള വിശ്വാസം എന്ന ചിന്ത, എന്ന പേടി, എന്ന ചിന്താഗതി എങ്ങനെ ഈ സമൂഹത്തിലേക്ക് കടന്നു വന്നു? ഷിയാക്കളിൽ നിന്ന് കടമെടുത്ത ഈ ഒരു ഭയത്തിനോ വിശ്വാസത്തിനോ ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി മറന്നു വെച്ച സാധനം എടുക്കുന്നതിന് വേണ്ടി തിരികെ വന്നാൽ ആ മടക്കത്തെ പോലും ഭയപ്പെടുന്നവർ, വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയം പിറകിൽ നിന്ന് ഭാര്യയോ മക്കളോ ആരെങ്കിലും വിളിച്ചാൽ ആ വിളിയെ പോലും ഭയപ്പെടുന്നവർ. ഒരു വഴിക്കിറങ്ങുമ്പോഴാണോ വിളിക്കുന്നത് വേണ്ടത്?
രാവിലെ കട തുറക്കാൻ നേരം സാധനം വാങ്ങിച്ച ഒരാൾ ഇപ്പൊ പൈസ ഇട്ടോ വൈകുന്നേരം പൈസ തരാന്ന് പറയുമ്പോൾ കൈനീട്ടത്തിൽ വിശ്വസിക്കുന്ന ഉമ്മത്ത് മുസ്ലിം എത്രത്തോളം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തെ പോലും ഭയപ്പെടുന്ന മുസ്ലിം. അറിയണം സഹോദരന്മാരെ, ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എതിരാണ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുന്ന മുസ്ലിമിന് ചേർന്ന വിശ്വാസമല്ല. അങ്ങനെ കൈ ചൊറിഞ്ഞാൽ പണം കിട്ടുമെന്നും കണ്ണ് ചൊറിഞ്ഞാൽ കരയേണ്ടി വരുമെന്നും കാക്ക കുറുകിയാൽ കാക്ക കരഞ്ഞാൽ വിരുന്നുകാർ വരുമെന്നും ഇങ്ങനെ തുടങ്ങി ജന്തുക്കളുമായി, വ്യക്തികളുമായി, സമയങ്ങളുമായി, നക്ഷത്രങ്ങളുമായി എന്തെല്ലാമൊക്കെ വിശ്വാസങ്ങളുണ്ടോ ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തിന് നേട്ടമുണ്ട്, ഖൈറുണ്ട്, ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റുള്ളവയൊക്കെ മോശമാണ് എന്നല്ല മനസ്സിലാക്കേണ്ടത്. ചില കാര്യങ്ങളെ അല്ലാഹു തആല പ്രത്യേകം ശ്രേഷ്ഠമായി പറഞ്ഞു. ദിവസങ്ങളിൽ ഇന്ന അഫ്ദൽ അയ്യാമികും യൗമുൽ ജുമുഅ, മറ്റു ദിവസങ്ങളെക്കാൾ വെള്ളിയാഴ്ചയ്ക്ക് ശ്രേഷ്ഠതയുണ്ട്. ചില രാവിലെ ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാവാണ് ഖദ്റിന്റെ രാത്രി. ചില നാടുകൾക്ക്, ചില പ്രദേശങ്ങൾക്ക് ഖൈറു അർളില്ലാഹി അഹബ്ബുൽ അർളി ഇലല്ലാഹ്, മക്ക രാജ്യമാണത് പ്രത്യേകം അല്ലാഹു ശ്രേഷ്ഠമാക്കി. ചില പ്രവാചകന്മാരെ ഉൽ അസ്മിന്റെ പ്രവാചകന്മാരാക്കി നിശ്ചയിച്ചു. തിൽക റുസുലു ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്, ഉൽ അസ്മിന്റെ പ്രവാചകന്മാർക്ക് മറ്റ് അമ്പിയാക്കളെക്കാൾ അല്ലാഹു ശ്രേഷ്ഠത നൽകി. അതിന്റെ അർത്ഥം മറ്റുള്ളവയൊക്കെ മോശമാണ് എന്നുള്ള അർത്ഥത്തിലല്ല. എന്നാൽ ഉമ്മത്ത് മുസ്ലിമയിലെ ചിലർ ചില വ്യക്തികളെ, ചില ദിവസങ്ങളെ, ചില സമയങ്ങളെ, ചില ജീവികളെ ഭയക്കുകയാണ്, അവയുടെ ശബ്ദങ്ങൾ ഭയക്കുകയാണ്. ഞാൻ ആദ്യം ഓതി വെച്ച വചനം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, സൂറത്ത് ഇസ്രാഈൽ വചനം. വകുല്ല ഇൻസാനിൻ, ഓരോ മനുഷ്യനും അല്ലാഹു പറയാം, അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി, അവന്റെ ശകുനം അവന്റെ കഴുത്തിൽ തന്നെ നാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ, ഖിയാമത്ത് നാളിൽ അവനൊരു രേഖ നാം പുറത്തു കൊണ്ടുവരികയും ചെയ്യും. അത് അവൻ തുറന്ന് വിരുദ്ധപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നതാണ്. കണ്ടോ, വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി, ഓരോ മനുഷ്യരും അവന്റെ ത്വാഇറിനെ, എന്താ ത്വാഇർ എന്ന് പറഞ്ഞാൽ? അറബിയിൽ ത്വാഇർ എന്ന് പറഞ്ഞാൽ പക്ഷി എന്നൊരു അർത്ഥമുണ്ട്. ഖുർആൻ പ്രയോഗം പ്രയോഗിച്ചു. അറബികൾക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, ഒരു പ്രത്യേക ജന്തുവിനെ, ഒരു പ്രത്യേക പക്ഷിയെ അവർ കൂട്ടിലിട്ട് വളർത്തും. നേരം പുലർന്നാൽ അതിനെ കൂട്ടിൽ നിന്ന് അടിച്ചുവിട്ട് പറത്തും. അത് വലത്തോട്ട് പറന്നാൽ ശകുനവും ഇടത്തോട്ട് പറന്നാൽ ദുശ്ശകനവുമായി അവർ കണക്കാക്കി. വിശുദ്ധ ഖുർആൻ ആ പദത്തെ പ്രയോഗിച്ചു, വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു, ഓരോ മനുഷ്യനും അവന്റെ ശകുനം അവന്റെ കഴുത്തിൽ തന്നെ നാം ബന്ധിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും ചെയ്തികളെ കൊണ്ടും കാണിച്ചു കൂട്ടലിനെ കൊണ്ടും ആശ്രയിച്ചാണ് അവന്റെ ശകുനവും ദുശ്ശകുനവും നിലകൊള്ളുന്നത്. ഒരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് വന്നാൽ, പരീക്ഷണം വന്നാൽ, അതൊന്നും മനുഷ്യ നിന്റെ കണക്കുകൂട്ടലിൽ നിന്നുണ്ടാകുന്നതല്ല. അതൊരു പക്ഷിയെ പറത്തി പരീക്ഷിച്ച് വിലയിരുത്തേണ്ട കാര്യമല്ല. അതൊരു ജ്യോത്സ്യനും കൂട്ടിൽ കിടക്കുന്ന തത്തയെ കൊണ്ട് ചീട്ടെടുത്ത് തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതൊക്കെ അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഒരാൾ എവിടെ കിടക്കണം, ഒരാൾ എവിടെ പോയി ചാടണം, ഒരാൾ എവിടെ നിന്ന് എഴുന്നേറ്റ് വരണം, ഖദറുല്ലാഹി വമാ ശാഅ ഫഅല, അല്ലാഹു തആല തീരുമാനിച്ചതേ നടക്കൂ. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തികളുമായോ, ഏതെങ്കിലും സമയവുമായോ, ഏതെങ്കിലും ജന്തുക്കളുമായോ, പക്ഷികളുമായോ, മണിക്കൂറുമായോ, ഗ്രഹനിലയുമായോ, നക്ഷത്രവുമായോ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നല്ല. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ യാതൊരു വിപത്തും ബാധിക്കില്ല. വമൻ യുഅ്മിൻ ബില്ലാഹ്, വല്ലവരും അല്ലാഹുവിൽ വിശ്വസിക്കേണ്ട പ്രകാരം വിശ്വസിക്കുന്നുവെങ്കിൽ, അങ്ങനെ ഒരു മുസ്ലിം ജീവിക്കേണ്ടത് എങ്കിൽ, അല്ലാഹു തആല അവന്റെ ഹൃദയത്തെ നേർവഴിയിലാണ്. വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം, അല്ലാഹു ഏതൊരു കാര്യത്തെ പറ്റിയും അറിവുള്ളവനാകുന്നു. സൂറത്തുൽ തഖാബുരിലൂടെ അല്ലാഹു പറയാണ്, തീർന്നില്ല.
മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹ. മനുഷ്യരെ, നിങ്ങളുടെ ശരീരങ്ങളിലാകട്ടെ ഭൂമിയിൽ തന്നെയാകട്ടെ യാതൊരു മുസീബത്തും ബാധിക്കുകയുണ്ടായിട്ടില്ല. എങ്ങനെയല്ലാതെ? ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹ. അതിനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ ഒരു രേഖയിൽ ഉൾപ്പെട്ടു കഴിഞ്ഞതായിട്ടല്ലാതെ അതൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യമാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി മുസ്ലിമിന് പഠിക്കേണ്ടുന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ട പരമപ്രധാനമായ ഘടകം ഇതിൽ സഹിച്ചു ക്ഷമിച്ചു റബ്ബിൽ തവക്കുലാക്കിയും കഴിയേണ്ട ഉമ്മത്ത് മുസ്ലിം ഓടാണ്. കഴിയാന്റെ അടുത്തേക്ക്, കറാമത്ത് അവകാശപ്പെടുന്ന തങ്ങന്മാരുടെ അടുത്തേക്ക്, ബീവിമാരുടെ അടുത്തേക്ക്, വ്യാജസിദ്ധന്മാരുടെ അടുത്തേക്ക്. എനിക്കിപ്പോ നല്ല സമയമാണോ, എനിക്കിപ്പോ മോശം കാലമാണോ എന്നറിയുന്നതിന് വേണ്ടി മുഹറം 10 വരെ പല കല്യാണ മണ്ഡപങ്ങളും കാലിയാണ്. അന്വേഷിച്ചു നോക്കിട്ട് എന്താ കാരണം? എന്താ കാരണം? അള്ളാഹുവിൽ വേണ്ടത്ര തവക്കുലില്ല. ഈമാൻ കാര്യങ്ങളിൽ 2 കാര്യങ്ങളിലെ വിശ്വാസം നഷ്ടപ്പെട്ടു. ഒന്ന്, അള്ളാഹുവിനെ വിശ്വസിക്കേണ്ട പ്രകാരം വിശ്വസിച്ചില്ല. അള്ളാഹു ഈമാൻ കാര്യങ്ങളിലെ 6ാമത്തെ കാര്യങ്ങളിൽ ഖദറിലെ നന്മയും തിന്മയും അതെന്ത് തന്നെ വന്നാലും ഒരു ചെറുപ്പിന്റെ വാറ വെട്ടിയാലും അത് അള്ളാഹു നിശ്ചയിച്ചതാണെന്ന് വിശ്വസിക്കേണ്ടതിന് പകരം എന്റെ സമയം മോശമാണോ, എന്റെ കുടുംബത്തിലെ ആൾക്കാരുടെ സമയം മോശമാണോ, അത് പരിശോധിക്കാനുള്ള വെപ്രാളത്തിൽ നടക്കുക. ഇത് മുസ്ലിമിന് ചേർന്ന വിശ്വാസമല്ല. അത് ബോധപൂർവം ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി വന്ന ജൂതന്റെ വിശ്വാസമാണ്. ജൂതായുസത്തിന്റെ വിശ്വാസമാണ്. ഷിയായുസത്തിന്റെ വിശ്വാസമാണ്. അഹ്ലുസുന്നയുടെ വിശ്വാസമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈമാൻ കാമിലായി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിമിന്റെ വിശ്വാസമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറിച്ച് നമുക്ക് വേണ്ടത് അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കാനും അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാനും നമ്മളെ കൊണ്ട് കഴിയണം. അങ്ങനെ അള്ളാഹു പവിത്രമാക്കിയ ആദരിച്ച മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം. ആ അള്ളാഹു പവിത്രമാക്കിയതിന് നഹ്സായി ദുശകുനമായി കണക്കുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള കനത്ത ധിക്കാരമാണ് എന്ന് നമ്മൾ അറിയണം. ആരാണോ അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളെ ആദരിക്കുന്നത് അത് ഹൃദയത്തിൽ നിന്നുള്ള തഖ്വയിൽ നിന്നുണ്ടാകുന്നതാണ്. ഹൃദയത്തിൽ തഖ്വയും ഈമാനും ഉള്ളവർക്ക് പടച്ചവനെ പോലെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം നടത്താൻ തീരുമാനിക്കും. മുഹറം കഴിയട്ടെ, അല്ലെങ്കിൽ മുഹറം 10 കഴിയട്ടെ. ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല, അതിലൊന്നും ഉണ്ടായിട്ടൊന്നല്ല. എന്നാലും മുജാഹിദ് എന്ന് പറയുന്ന തൗഹീദ് പള്ളിയിൽ വരിസംഖ്യ കൊടുക്കുന്ന ആളുകൾക്കിടയിൽ പോലും ഈ അന്ധവിശ്വാസം എവിടെ നിന്ന് വന്നു? അള്ളാഹുവിൽ വല്ലവരും വരവേൽപ്പിച്ചാൽ അവനെല്ലാറ്റിനും അള്ളാഹു തന്നെ മതി. തീർച്ചയായും അള്ളാഹു തന്റെ കാര്യം പ്രാപിക്കുന്നവനാണ്. ഓരോ കാര്യത്തിനും അള്ളാഹ് ഓരോ ക്രമം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തുൽ ത്വലാഖിൽ അള്ളാഹ് പറയാം, കുട്ടിന്റെ കല്യാണം അപ്പം നടക്കണം, നമ്മൾ എത്ര ഓടിയിട്ടൊരു കാര്യമില്ല. അള്ളാഹ് കണക്കാക്കിയ സമയം അത് വരണം. വിസ കിട്ടാൻ വേണ്ടി സകല ട്രാവൽസിലും കൊണ്ടുപോയി അപേക്ഷ കൊടുത്തു. അള്ളാഹ് കണക്കാക്കിയ സമയം അതുകൊണ്ട് വരണം. എവിടെ കടന്ന് വീഴണം, എപ്പോ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് വരണം. ഇപ്പോഴല്ലേ പോയി കടന്ന് വീണ്ടും പോകാണല്ലോ ആശുപത്രി. പറയാൻ നിൽക്കേണ്ട. മനുഷ്യൻ കാലത്തെ അധിക്ഷേപിക്കുന്നു. അല്ലാഹു തആല പറയാണ്, ഞാനാണ് കാലം, ഞാനാണ് രാവിലെയും പകലിനെയും മാറ്റിമറിക്കുന്നത്. എന്റെ കയ്യിലാണ് രാവും പകലും. ഞാൻ ആ കാലത്തിലെ രാവിലെയും പകലിനെയും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവയെ നാം പിടിച്ചു നിർത്തുമായിരുന്നു. അല്ലാഹു തആല പറഞ്ഞതായി ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ റസൂൽ പറഞ്ഞു, ലാ യഖൂലന അഹദുകും, നിങ്ങൾ ആരും പറയാൻ ഇടവരരുത്. പറയരുത് നിങ്ങൾ. എന്ത്? യാ സൈബത, വല്ലാത്തൊരു കഷ്ടകാലം, എന്തൊരു കഷ്ടകാലം. പറയാൻ നിൽക്കരുത്. ഫഇന്നല്ലാഹ ഹുവ ദഹർ, കാരണം കാലം എന്നത് അല്ലാഹു തആലയാണ്. കാലത്തെ കുറ്റം പറയുമ്പോൾ സൃഷ്ടാവായ പരിപാലകനായ നിയന്ത്രണാധീനായ അല്ലാഹു തആലയെ ചീത്ത പറയലാകുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മോശം കാണുക, ദുശ്ശകരം കാണുക, കുഫ്റിന്റെ ആധിക്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇന്നമൽ നസീഉ സിയാദത്തുൻ ഫിൽ കുഫ്ർ,
വിലക്കപ്പെട്ട മാസങ്ങളെ പിറകോട്ട് മാറ്റുക എന്നത് കുഫ്രിന്റെ നിഷേധത്തിന്റെ ആധിക്യമാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? മക്ക മുശ്രിക്കുകൾക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഈ ആയത്തിറങ്ങിയത് അബൂജഹലും കൂട്ടരും അവരിങ്ങനെ അല്ലാഹു തആല പവിത്രമാക്കിയ യുദ്ധം ഹറാമാക്കിയ മാസത്തിലും ആക്രമണം നടത്തും, യുദ്ധം ചെയ്യും. എന്നിട്ട് അവര് പറയുന്നൊരു ന്യായമുണ്ട്, തൽക്കാലം ഇക്കൊല്ലത്തെ മുഹറമിൽ ഇതിങ്ങനെ നടക്കട്ടെ. ഈ പ്രാവശ്യത്തെ മുഹറമിനെ നമുക്ക് മറ്റു സഫറിലേക്കോ മറ്റോ മാറ്റി ആചരിക്കാം. 4 മാസം ആണല്ലോ പവിത്രാക്കിയത്. കൊല്ലത്തിലെ 4 മാസം എണ്ണം ഒപ്പിക്കുന്നതിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചെയ്തു വരുത്തും, മാറ്റം വരുത്തും. അതാണ് ഖുർആൻ പ്രയോഗിച്ചു നസീർ. അത് സിയാദത്തുൻ ഫിൽ കുഫർ, നിഷേധത്തിന്റെ വർധനം കൊണ്ടാണ്. യുദല്ലു ബിഹില്ലദീന കഫറു, നിഷേധികൾ അത് കാരണം ളലാലത്തിലായി പോയിട്ടുണ്ട്, വഴിതെറ്റി പോയിട്ടുണ്ട്. യുഹില്ലു ലഹു ആമൻ വയുഹരിമു ലഹു ആമ, ഒരു കൊല്ലം അവരെ അനുവദനീയമാക്കുകയും മറ്റൊരു കൊല്ലം അവരെ നിഷിദ്ധമാക്കുകയും ചെയ്യും. അല്ലാഹു പവിത്രമാക്കിയ, അല്ലാഹു യുദ്ധം നിഷിദ്ധമാക്കിയ മാസത്തിന്റെ എണ്ണം ഒപ്പിക്കുന്നതിന് വേണ്ടി. കണ്ടോ, അവര് കാര്യം പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയും. അല്ലെങ്കിൽ അവിടെ നിന്ന് പോയിട്ട് അവിടെ ഒരാൾ പറഞ്ഞു, ഇവിടെ കാരണവർ പറഞ്ഞു, ഇപ്പൊ കട. ഈ ദിവസത്തിൽ ആളുകൾക്ക്, ജീവികൾക്ക്, സമയത്തിൽ ശകുനം കാണിച്ച ഏർപ്പാടുണ്ടല്ലോ. ഈ ഏർപ്പാട് അല്ലാഹുവിന്റെ ശാപത്തിനും കോപത്തിനും വിധേയരായ ജൂതന്മാരുടെ ചര്യയാണ്. മുസ്ലിമീങ്ങളുടെ ചര്യൻ. ഏത് മുസ്ലിമിന്റെ? കാലേഷ്മാരി കണക്കിൽ ഐഡന്റിറ്റി കാർഡിന്റെ ആധാർ കാർഡിന്റെ പേരുള്ള മുസ്ലിമിന്റെ അല്ലട്ടോ. ജാറത്തിൽ കിടക്കുന്ന ഷെയ്ഖും തവ്വലാക്കി നൂല് കൊണ്ട്, ചരട് കൊണ്ട് കയ്യിലും കാലിലും കഴുത്തിലും ബന്ധിച്ച് നടക്കുന്നവൻ, നൂലിൽ തവ്വലാക്കി നടക്കുന്നവന്റെ ഇസ്ലാമിലല്ല. എല്ലാം അല്ലാഹുവിൽ തവക്കുലാക്കുന്ന, സൃഷ്ടാവും സംരക്ഷകരിലും തവക്കുലാക്കുന്ന മുസ്ലിമിന്റെ ചര്യയല്ല ഏത്? ഈ നഹ്സ് നോക്കുക എന്നുള്ള കാര്യം. പല ഇസ്ലാമിക സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന കലണ്ടറിൽ പല ഡേറ്റുകൾക്കും നഹ്സാണ്. നല്ല കാര്യത്തിന് ആ ദിവസമൊന്നും പറ്റൂല എന്ന് എവിടുന്നുള്ള വിശ്വാസം? എന്റെ വകയല്ല. പറയാണ് പണ്ഡിതൻ അദ്ദേഹം പറയാണ്, ഇത് യഹൂദികളുടെ ചര്യയാണ്, മുസ്ലിങ്ങളുടെ ചര്യയല്ല. അലി റളിയല്ലാഹു തആല പറഞ്ഞു, നിരർത്ഥകമാണ് ഈ വിശ്വാസം, കളവാണ്, യാതൊരു അടിസ്ഥാനവും ഈ വിശ്വാസത്തിനില്ല. ഇത്തരം വിശ്വാസത്തിന്റെ പേരിൽ നിങ്ങൾ ജാഗ്രത പാലിക്കണം. നിസ്സാര കാര്യമല്ല, ഇതൊരു ചെറിയ കാര്യമല്ല. ഇത്തരം വിശ്വാസം കൊണ്ട് നടക്കുന്നവർ നമുക്കിടയിലുണ്ട്, പ്രായമായവർക്കിടയിലുണ്ട്. ഒരു പക്ഷേ 5 വക്ത് നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നുണ്ടാവും, ഹജ്ജും ഉംറയും സകാത്തും സദഖയും ഒക്കെ കാര്യമായിട്ട് നൽകുന്നവരുണ്ടാകും. പക്ഷെ ഈ വിശ്വാസം പേറിക്കൊണ്ടാണ് എങ്കിൽ അല്ലാഹുവിനത് വേണ്ടല്ലേ. അന്നഹു, കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ അദ്വ വലാ തുയ്റത വലാ ഉൽ വലാ തുയ്റ, ശകുനപ്പിഴ എന്നൊന്നില്ല. അത്വീറതു ശിർകുൻ, അത്വീറതു ശിർകുൻ, അത്വീറതു ശിർകുൻ. ശകുനപ്പിഴ, ശകുനം നോക്കുക എന്നുള്ള ഏർപ്പാടുണ്ടല്ലോ, അത് ശിർക്കാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ആവർത്തിച്ച് പറഞ്ഞു. ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നഹു മയുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമ അല്ലാഹു അലൈഹി ജന്ന, അല്ലാഹു തആല സ്വർഗ്ഗം നിഷിദ്ധമാക്കാൻ പര്യാപ്തമായ, വമഅവാഹു നാർ, നരകം ശാശ്വതമായി കിട്ടുന്ന കുറ്റമായി, മഹാപാതകമാണ്. അത്തരം മഹാപാതകം പിടിച്ച വിശ്വാസം ഈ നഹ്സിനുണ്ട്. എന്നിട്ട് ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മെമ്പർമാർ ഓടുകയാണ്, ഞങ്ങളുടെ ഭാവി അറിയാൻ. പറയാം, ആരെങ്കിലും ജോത്സ്യനെ സമീപിച്ചു, അവൻ പറഞ്ഞത് കേട്ട് വിശ്വസിച്ചു പോന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അവതീർണമായതിൽ, വിശുദ്ധ ഇസ്ലാമിൽ നിന്ന് അവൻ ബഹുദൂരം പിഴച്ചു പോയി, അവൻ പുറത്തായി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിൽ ഇസ്ലാമിൽ നിന്ന് അവൻ ബഹുദൂരം പിഴച്ചുപോയി. മറ്റൊരു റിവായത്തുള്ളത് 40 ദിവസത്തെ അവന്റെ നമസ്കാരത്തെ അല്ലാഹു ക്യാൻസൽ ചെയ്തു കളയും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ഒരൊറ്റ വിശ്വാസത്തിന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ശകുനപ്പിഴ എന്നൊന്നില്ല തന്നെ.
വല്ല ലക്ഷണവും ഉണ്ടെങ്കിൽ അതൊക്കെയും ശുഭലക്ഷണമാണ്. ചെരുപ്പിന്റെ വാർഡ് പൊട്ടിയാൽ മനസ്സിലാക്കണം അടുത്ത പുതിയ ചെരുപ്പ് വാങ്ങാനായിട്ടുണ്ട്. കുപ്പായം ബസിന്റെ കമ്പിമ തട്ടിട്ട് എവിടെയെങ്കിലും കുറച്ച് കീറിയാൽ മനസ്സിലാക്കണം അടുത്ത കുപ്പായം വാങ്ങാനുള്ള സമയം പഠിച്ചോ നിന്നുകിടും. അല്ല സമയത്തെ പഠിക്കൽ ആരെയാ കണി കണ്ടത്? ആ ചിന്തയല്ല ഒരു മുസ്ലിമിന് വരേണ്ടത്. എന്തൊക്കെ ലക്ഷണം ഉണ്ടെങ്കിലും ശരി പറയേണ്ടവ അൽഹംദുലില്ലാഹ് അതാ പറയേണ്ടത്. എല്ലാം ശുഭലക്ഷണമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ ഇന്ന് പ്രകാരമല്ലാത്ത ഒരു മുസീബത്തും ബാധിക്കുകയില്ല. ഒരു മുസീബത്തും ബാധിക്കുകയില്ല. അതറിയാൻ വേണ്ടി ആരെടുത്തും പോകേണ്ടത്. അവർക്കാർക്കും ഭാവി അറിയൂല. അറിയുന്നവൻ അല്ലാഹു തആല മാത്രമേ ഉള്ളൂ. എന്റെ നാളെ എന്ത്, ഞാൻ എങ്ങനെയാകണം, അത് അല്ലാഹു തആലക്ക് മാത്രമേ അറിയൂ. അവൻ ആ ഗൈബ് അദൃശ്യ കാര്യത്തെ യാതൊരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കൂല. അല്ലാഹു തആല തൃപ്തിപ്പെട്ട വല്ല റസൂലുമാർക്കുമല്ലാതെ. ആരാ റസൂല്? നേരത്തെ പറഞ്ഞു. അതല്ലാതെ ലോകത്തൊരു പടപ്പിനും അല്ലാഹു സുബ്ഹാനഹു വ തആല യഥേഷ്ടം കൈകാര്യം ചെയ്യാനായി ഇവിടെ എന്തൊക്കെ നടക്കണം, ഇവിടെ എന്തൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് കൊടുക്കൂല. അല്ലാഹു തആല പറഞ്ഞ കാര്യം. ചില ആളുകൾ, ചില വ്യക്തികളിൽ ശൗര്യം കാണും. ഒരാ കുട്ടി ഉണ്ടായതിനു ശേഷം ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായി. ഒരാ പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്ന അന്ന് മുതൽ തുടങ്ങിയ കഷ്ടകാല. ചില ആളുകൾ, ചില വ്യക്തികൾ, ഒരു നാട്ടിലൊരു നന്മയുടെ പ്രബോധന പ്രവർത്തനം ഉണ്ടായ ആ ചെറുപ്പക്കാരോടെ വന്നതിന് ശേഷം ഒരു ദീനി വിജ്ഞാന ക്ലാസ്സിലൊക്കെ പോയി മാതൃഭാഷയിൽ ഖുതുബയൊക്കെ കേട്ട് മനസ്സിലാക്കി ഒന്ന് പടച്ചോനെ പേടിച്ച് ജീവിക്കാൻ വേണ്ടി തയ്യാറായി ഇസ്ലാമിന്റെ ഐഡന്റിറ്റിയിൽ താടിയൊക്കെ നീട്ടി വളർത്തി പേന്റും തുണിയും ജനിയാണിക്കും മുകളിലാക്കി നടക്കുന്നത് കാണുമ്പോ യാതൊരു കുറ്റകൃത്യങ്ങളിലും അവരെ പങ്കില്ല എന്ന് കാണുമ്പോ, സ്വന്തത്തിനോ കുടുംബത്തിനോ നാടിനോ നാട്ടുകാർക്കോ ദ്രോഹം ചെയ്യാതെ ജീവിക്കുന്നത് കാണുമ്പോ ചിലർ അഴിച്ചുവിടുന്ന ആരോപണമാണ്. കണ്ടില്ലങ്ങള്, നമ്മുടെ നാട്ടിലെ സകല പ്രശ്നത്തിന്റെയും കാരണം ചെറുപ്പക്കാരാണ്. നമ്മൾ പാരമ്പര്യമായി അനുഷ്ഠിച്ചു വരുന്ന കുത്തുറാത്തിപ്പും കുത്തുബിയത്തും കയ്യൊഴിച്ചതാണ് ഈ യുവാക്കൾ കാരണം ഈ നാട്ടിലുണ്ടായ വിപത്ത്. അങ്ങനെ ആളുകളിൽ, ഈ പ്രബോധകന്മാർക്കിടയിൽ ഈ ദുഷ്ടഗുണം കാണുന്ന ആളുകൾ വിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ ചില പ്രവാചകന്മാരുടെ ചരിത്രമുണ്ട്. ഇത്തരം വികലമായ വിശ്വാസങ്ങളിൽ നിന്ന് അള്ളാഹുവിൽ മാത്രം തവക്കുലാക്കി ജീവിക്കാനുള്ള ഈമാനും തഖ്വയും അല്ലാഹു തആല നമുക്ക് അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد أيها الناس اتقوا الله عباد الله. ബഹുമാന്യ വിശ്വാസികളെ അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയും ഈമാനും ഉള്ളവരായി ജീവിക്കാൻ പരിശ്രമിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തണം. അല്ലാഹു തആല അതിനെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നിടത്ത് സൂറത്തുൽ നംലിലൂടെ അല്ലാഹു തആല പറഞ്ഞു തന്നു, വലഖദ് അർസൽനാ ഇലാ സമൂദ അഖാഹും സ്വാലിഹൻ അൻ ഇഅ്ബുദുല്ലാഹ്. സമൂദ് സമുദായത്തിലേക്ക് നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ദൗത്യവുമായി അവരുടെ സഹോദരനായ സ്വാലിഹിനെ നാം അയക്കുകയില്ല. പ്രാർത്ഥനയാവുന്ന ഇബാദത്ത് അല്ലാഹുക്ക് മാത്രമേ ചെയ്യാവൂ എന്ന് അദ്ദേഹം സമുദായത്തോട് പറഞ്ഞപ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വടക്കടിക്കുന്ന രണ്ട് ഗ്രൂപ്പുകളായി അവർ മാറി. സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ എന്തിനായി നന്മക്ക് മുമ്പായി തിന്മക്ക് വേണ്ടി ധൃതി കൂട്ടുന്നത്? നിങ്ങൾക്ക് അല്ലാഹുവിനോട് പാപമോചനം തേടിക്കൂടെ? എങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് കാരുണ്യം ചെയ്തേക്കാം. ഇത് അദ്ദേഹം പറഞ്ഞപ്പോ രണ്ട് ചേരികളായി തിരിഞ്ഞ് അവർ പറഞ്ഞു, നീയും നിന്റെ കൂടെയുള്ളവരും കാരണം ഞങ്ങൾ ഇതാ ശകുനപ്പുഴയിലായിരുന്നു. ഈ നാട്ടിൽ നീയും നിന്റെ അനുയായികളും കാരണം
ഞങ്ങൾ വലിയ നാശത്തിലാണ്, നാട്ടിൽ ഫിത്നയുണ്ടാക്കാൻ ഞങ്ങൾ വന്നു, ഞങ്ങളുടെ ഐക്യം തകർക്കാനാ, ഞങ്ങൾക്കിടയിലെ ഭിന്നിപ്പാ നിങ്ങളുടെ ലക്ഷ്യം. എന്താ സ്വാലിഹ് നബി അലൈഹി സ്വലാമിനോട് പറയാൻ അള്ളാഹ് പറഞ്ഞു? സ്വാലിഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കണം ഞാൻ പറഞ്ഞതാണോ? ഒരു പിരിവും നടത്തില്ല, ഒരു സ്വലാത്തും ഒരു ദിക്റും ഒരു ദുആയും അല്ലാഹുവിന്റെ ഒരു ശിആറും കച്ചവടം ചെയ്തിട്ടില്ല. അല്ലാഹുക്ക് മാത്രം ഇബാദത്ത് എടുക്കണമെന്ന് പറഞ്ഞതാണോ? തെറ്റ്. നീയും നിന്റെ കൂട്ടരും അങ്ങനെയുള്ള കുറെ ആൾക്കാർ, കുറെ താടിക്കാരുണ്ടല്ലോ, ഒരു കാരണപ്പോൾ എല്ലാ ഫസാദും ഉണ്ടായത് ചില കുടുംബങ്ങളിലെ ചർച്ച. അല്ലാഹ് പറയാ, നിങ്ങളെ പ്രശ്നമുണ്ടല്ലോ, നിങ്ങളുടെ നാട്ടിലെ പ്രശ്നം സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിൽ അത്, കൃഷിയുടെ വിളനാശമാണെങ്കിൽ അത്, നിങ്ങളുടെ രോഗമാണെങ്കിൽ അത്, നിങ്ങൾ ഈ പറയുന്ന വരൾച്ചയാണെങ്കിൽ അത്, സാമ്പത്തിക മാന്ദ്യമാണെങ്കിൽ അത്, അതൊക്കെ അല്ലാഹുവിൽ രേഖപ്പെട്ട കാര്യമാണ്. നിങ്ങൾ പരീക്ഷണത്തിന് വിധേയരാകുന്ന ജനത തന്നെയാണ്. ഇനി സൂറത്ത് യാസീൻ, അല്ലാഹുവിന്റെ റസൂലുമാർ ആ ഖറിയത്തിലേക്ക്, ആ ഗ്രാമത്തിലേക്ക് വന്ന സന്ദർഭം, ആദ്യ രണ്ട് ദൂതന്മാരെ അയച്ചു. ആ നാട്ടുകാരൻ അവർ രണ്ടാളും നിഷേധിച്ചു, രണ്ടുപേരെ നിഷേധിച്ചു. പിന്നീട് മൂന്നാമനെ കൊണ്ട് അല്ലാഹു അവർക്ക് പിൻബലം നൽകി. അവര് പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട അല്ലാഹുവിന്റെ റസൂലുമാരാണ്. എന്തിനാ ഞങ്ങൾ വന്നത്? വ്യക്തമായ പ്രബോധനമല്ലാതെ ഞങ്ങൾക്ക് യാതൊരു ബാധ്യതയും നിങ്ങളുടെ മേൽ. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹു മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ആ സമൂഹം ആ പ്രവാചകന്മാരെ പറ്റി പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ ദുശകുലമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഈ നാടിന്റെ ദുശകുലം, ശകുനപ്പിഴയാണ് നിങ്ങളെ കൊണ്ട് ഈ നാടിനുണ്ടാക്കിയത്. ഏർപ്പാടോട് നിർത്തി പോയിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കല്ലെറിഞ്ഞ് ഓടി. ഞങ്ങൾ നിങ്ങളെ പ്രവർത്തനങ്ങളൊന്നും വേണ്ടതില്ല. ഇനി ഇത് തുടർന്നാൽ നിങ്ങളെ ഞങ്ങൾ കല്ലെറിഞ്ഞ് ഓടി. ഞങ്ങൾക്ക് വേദനിപ്പിക്കുന്ന പല ശിക്ഷകളും ഏറ്റുവാങ്ങേണ്ടി വരും. നിങ്ങളെ മാനസികമായി ഞങ്ങൾ തകർക്കും, നിങ്ങളെ ശാരീരികമായും ഞങ്ങൾ തകർക്കും. നിങ്ങളെ കുട്ടിക്ക് ചിലപ്പോൾ കല്യാണം ശരിയായില്ലെന്ന് വരും, നിങ്ങളെ കച്ചവട സ്ഥാപനത്തിലേക്ക് ആളുകൾ വന്നില്ല എന്ന് വരും. നിങ്ങൾക്കുള്ള എല്ലാവിധ ഖൈറാത്തുകളും ഞങ്ങൾ മുടക്കും, മാനസികമായും ശാരീരികമായും. ഇപ്പൊ അങ്ങനെയാണല്ലോ, കല്യാണത്തിന് നിക്കാഹ് രജിസ്റ്റർ തരൂല, മരിച്ച കബർസ്ഥാൻ കിട്ടൂല. ഇതാ പേടിപ്പിക്കരുത്. ഞങ്ങളുടെ ശകുനമാണ് നിങ്ങൾ. അല്ലാഹു തആല എന്താ പറയാൻ പറഞ്ഞത്? മറുപടി, ആരാ ശകുനം? എങ്ങനെയാ ശകുനം? എവിടെ കാണുന്നത്? ഈ ശകുനപ്പുഴ ഉണ്ടല്ലോ, നിങ്ങൾക്കാണ് ശകുനപ്പുഴ, അത് നിങ്ങളുടെ കൂടെയുള്ളത് തന്നെയാണ്. ഈ ഉത്ബോധനം നൽകിയതാണോ? ഞങ്ങൾ ചെയ്ത് തെറ്റ് ഇതാണോ നിങ്ങളുടെ മര്യാദ? റസൂലുമാരോടുള്ള നിങ്ങളുടെ മര്യാദ? ഞങ്ങൾ പറഞ്ഞത് അല്ലാഹുക്ക് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് തബ്ലീഗ് നടത്താൻ വന്ന ഞങ്ങളോട് നിങ്ങൾ ഈ നിലക്കാണോ പെരുമാറുന്നത് എന്ന് അമ്പിയാക്കൾ ചോദിച്ചു. സൂറത്ത് യാസീനാണ് അവർ ചോദിച്ചത്. സഹോദരന്മാരെ, ഇത്തരം വിശ്വാസം നമുക്ക് ചേർന്നതല്ല. ഇത്തരം വിശ്വാസങ്ങളിൽ നമ്മൾ മാറണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് സഹാബത്ത് പറഞ്ഞു, നബിയെ പണ്ട് ഞങ്ങൾ പ്രശ്നക്കാരെ സമീപിച്ചിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇനി നിങ്ങൾ അങ്ങനെ സമീപിക്കരുത് പ്രശ്നക്കാരെ. അവര് പറഞ്ഞു, നബിയെ ഞങ്ങൾ ശകുനം നോക്കാറുണ്ടായിരുന്നു ജാഹിലിയ്യത്തിൽ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഒരാളുടെ മനസ്സിലുണ്ടാകുന്ന തോന്നലാണ് യാഥാർത്ഥ്യവുമായി അതിന് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ഒരു കാര്യത്തിലും ഈ ശകുനം നിങ്ങൾക്ക് ഒരു തടസ്സാകരുത്. ചിലപ്പോഴെങ്കിലും അവരൊക്കെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ തോന്നും, പ്രത്യേകിച്ച് പഴമക്കാരൊക്കെ പറയുന്നത് കേട്ടാൽ അത്തരം ചിന്ത ചിലരിലെങ്കിലും കടന്നു വരാം. അതിന്റെ കഫാറത്ത് കൂടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമുക്ക് തോന്നുന്ന ആക്സിഡന്റ് പറ്റിപ്പോൾ ആശുപത്രി കിടന്നതല്ലേ, ഇപ്പൊ എന്താ അടുത്ത അസുഖം, എനിക്കെന്താ ഇങ്ങനെ, എന്നെ മാത്രം എങ്ങനെ തോന്നേണ്ടതില്ല. അങ്ങനെ തോന്നിയാൽ അതിന്റെ കഫാറത്ത് ഒരു പ്രാർത്ഥനയെന്നാണ് റസൂൽ പഠിപ്പിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുവേ, നിന്റെ ഖൈറല്ലാത്ത ഒരു ഖൈറും ഇല്ല പഠിച്ചവനെ, നീ തരുന്ന ഖൈറല്ലാത്ത ഒരു ഖൈറും ഇല്ല റബ്ബേ എനിക്ക്. അതുപോലെ എനിക്ക് എന്തെങ്കിലും വിപത്തോ ബുദ്ധിമുട്ടോ ഉണ്ടാകുന്നുവെങ്കിൽ ആ ശകുനം നീ വിധിച്ചതല്ലാത്ത യാതൊന്നുമില്ല റഹ്മാനെ.
വലാ ഇലാഹ ഗൈറുൽ അല്ലാഹു നീയല്ലാതെ യാതൊരു ആരാധ്യനുമില്ല അല്ലാഹുവിൽ. കേട്ടോ, വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക. ഏതൊരു ജീവി, ഏതൊരു പൂച്ച, ഏതൊരു വാഹനത്തിന്റെ കുറുകെ പോയാൽ, ഏത് പല്ലി ചിലച്ചാൽ, ഏത് കണ്ണ കുറുകിയാൽ, ഏത് പ്രാവ് കരഞ്ഞാൽ അവിടെ മനസ്സിലാക്കട്ടെ, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി വലാ ത്വാഇരി യതീറു ബിജനാഹൈ ഇല്ലാ ഉമമുൻ അംസാലുഹു. ഭൂമിയിലുള്ള ഏതൊരു ജന്തുവാകട്ടെ, രണ്ട് ചിറകുകൾ കൊണ്ട് കൂട്ടിപ്പിടിച്ച് പറക്കുന്ന പക്ഷികളാകട്ടെ, മനുഷ്യരെ നിങ്ങൾ അറിയേണ്ടത് ഇല്ല ഉമമുൻ അംസാലുഹു, അവ നിങ്ങളെ പോലെയുള്ള ചില സമൂഹങ്ങൾ മാത്രമാണ്. അല്ലാഹ് പറയാ, അലം യറൗ ഇല ത്വയ്രി മുസഖറാത്തി ഫീ ജംബിസ് സമാൻ. അന്തരീക്ഷത്തിലൂടെ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായി കൊണ്ട് പറക്കുന്ന പക്ഷികൾ നേരത്തെ നോക്കുന്നില്ലേ? മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ് ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യുഅ്മിനൂൻ. അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. ഇതാണ് വിശ്വസിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ജീവിയുമായോ ഏതെങ്കിലും വ്യക്തിയുമായോ സമയവുമായോ നമ്മുടെ സമയം മോശമാണ് എന്ന ചിന്ത, ബേജാറ് മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ല. പരിപൂർണമായ അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് ജീവിക്കുക. അല്ലാഹു അതിനുള്ള ഈമാനും യഖീനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് നമ്മളുള്ളത്. നേരത്തെ പറഞ്ഞ സിയാമി റമദാൻ ശഹറുല്ലാഹിൽ മുഹറം. മുഹറം മാസത്തിലെ നോമ്പാണ് റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പായി റസൂൽ പഠിപ്പിക്കുന്നത്. അശൂറ ഇൻഷാ അല്ലാഹ് വരുന്നത് 16-ാം തീയതി ചൊവ്വാഴ്ചയാണ് മുഹറം 9. 17-ാം തീയതി ബുധനാഴ്ചയാവും മുഹറം 10 വരുന്നത്. അള്ളാഹുവിന്റെ റസൂൽ മദീനയിലെത്തിയപ്പോ യഹൂദികൾ ആശുറാവിന്റെ നോമ്പ് നോറ്റും ചോദിച്ചു, റസൂൽ എന്താ? ഹാദാ യൗമുൻ സ്വാലിഹ്, ഒരു നല്ല ദിവസമാണ്. ഹാദാ യൗമുൻ നജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവി. ബനൂ ഇസ്രായേൽ ജനങ്ങളെ അല്ലാഹു തആല അവരുടെ ശത്രുക്കളിൽ നിന്ന് മോചിപ്പിച്ച ദിവസം കൂടിയാണ്. മൂസാ നബി അലൈഹി സ്വലാം ഈ നോമ്പ് നോറ്റിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅനാ അഹഖു ബിമൂസാ മിൻകും, ഞാനാണ് നിങ്ങളെക്കാൾ മൂസാ അലൈഹി സ്വലാമിനോട് കടപ്പെട്ടവർ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറ ബിസിയാമി, അല്ലാഹുവിന്റെ റസൂൽ നോമ്പെടുക്കുകയും നോമ്പെടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. മുഹറം 10-ന്റെ നോമ്പ് പ്രവാചകൻ പറഞ്ഞു, ലഇൻ ബഖീതു ഇലാ ഖാബിൽ അസ്മൻ അൽ-യൗം തസിൽ, അടുത്ത വർഷം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹറം 9-നും യഹൂദികളോട് എതിരാവുക എന്നുള്ള നിലയിൽ 9-ന് ഞാൻ നോമ്പെടുക്കണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി. എങ്കിലും പ്രവാചകന്റെ ഖൗലിയായ സുന്നത്ത് നിലയിൽ നമുക്ക് സുന്നത്താണ് മുഹറം 9, 10 എല്ലാവരും നോക്കുക. കുട്ടികളെ കൊണ്ട് മക്കളെ കൊണ്ടൊക്കെ നോൽപ്പിക്കുക. അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. പരമാവധി തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കണം. പരമാവധി നന്മകളിൽ മുന്നിടാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു അതിനുള്ള ഈമാനും തഖ്വയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഒരുപാട് രോഗികൾ ഞങ്ങൾക്കിടയിലുണ്ട്. പരിപൂർണമായ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങൾ ഇന്ന് ഇവിടെ പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, അല്ലാഹുവേ അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അവരെ ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കണമേ അല്ലാഹുവേ. മഈശത്തിനായി ഞങ്ങൾ തിരഞ്ഞെടുത്ത ജോലി, കച്ചവടം, വ്യവസായം, അല്ലാഹുവേ എല്ലാവിധ ഖൈറും ബറക്കത്തും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم الاموات انك مجيب الدعوات وقاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وصلى الله على نبينا محمد والحمد لله رب العالمين.